പറയടി, ഞാൻ ഇല്ലാത്തപ്പോ ഏത് ആസാം കാളയാണ് ഇവിടെ വന്നിട്ട് പോയത്? നിന്റെ ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നീയും ആ ചോട്ടുവിന്റെ കാളയും തമ്മിൽ എന്തുവാടി ഒരു ബന്ധം? കണ്ണ് തെറ്റി ആ സാധനം പൈപ്പിന്റെ ചോട്ടില്ല. സത്യം പറയടി, ആ വരുത്തം കാളയായിട്ട് നിനക്ക് എന്തുവാ ഇത്ര ബന്ധം? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ ഞാൻ ഉണ്ട് ഇവിടെ. എനിക്കൊരു അസിസ്റ്റന്റ് ആവശ്യം വേണ്ട. ഷിബിന്റെ മോളെ, നമ്മുടെ അപ്പൂപ്പനെ നിനക്ക് അറിയത്തില്ലോടി? ഇത്രയും പാവം ഒരു അപ്പൂപ്പൻ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോടി? കട്ടുറുമ്പിന്റെ മോളിൽ കയറുന്ന കട്ടുറുമ്പ് തിരിച്ച് കടിക്കത്ത പോലും ഇല്ല. അത്രയും പാവല്ലോടി. ആ അപ്പൂപ്പനെ ഇത് ചവിട്ടി കൂട്ടി 12 തൊട്ടി രക്തം ഇവിടെ തുപ്പി വെപ്പിച്ചടി. അസത്ത് പിടിച്ച പശു. ലോകത്ത് എന്തോരം പശുക്കളുണ്ട്. എല്ലാം ഇരുന്നും കിടന്നും എന്തുവാ യോഗ ചെയ്താൽ വരെ പാല് കൊടുക്കുന്നേ. വേണ്ടേ, മെനഞ്ഞാന്ന് കൊണ്ട് വെച്ചൊരു ഗ്ലാസ്സാ. സർക്കാർ ആശുപത്രിയിൽ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്ന് നമുക്ക് 3 തുള്ളി ഇട്ട് വെച്ചിട്ട് നിൽക്കുന്നുണ്ടാ. ഏതാണ്ട് ഓസ്കാർ വാങ്ങിച്ച് നിൽക്കുന്ന കണക്ക്. ഈ 3 തുള്ളി വിറ്റ് കിട്ടുന്ന പൈസക്ക് വേണം ഞാൻ ഇനി പുതിയ വീട് വെച്ച് എന്റെ മോളെ കെട്ടിച്ച് ബാക്കി പൈസക്ക് നിന്നെ ചില ചോട്ടുവിന്റെ കാളെ കൊണ്ട് കെട്ടിക്കാടി. നീ നല്ലതുപോലെ നിൽക്കിവിടെ. ഓരോരോ പശുക്കൾ കാണിക്കുന്ന കാണുമ്പോ ഇനി ഇതിന് സിസ്റ്റം വല്ലോ മാറി കിടക്കുവാന്നോ? പാല് തരാൻ പറഞ്ഞാൽ വാല് ഒക്കെ മൂത്രം ഒഴിക്കും. എക്സ്ക്യൂസ് മീ സിസ്റ്റർ, ക്യാൻ ഐ ചെക്ക് യുവർ മദർ ബോർഡ്? മാഡം, അതാണ് നമ്മൾ ആദ്യം കാണാൻ ഉദ്ദേശിക്കുന്ന പശു. ഏത് അണ്ടർവെയർ ഇട്ടതാണോ? അതിനപ്പുറത്തെ ഒരു 4 കാലുള്ള ജീവിയുണ്ട്, അതിനും കൂടി നോക്കണം. ഓക്കെ ഓക്കെ. എന്തൊരു നാറ്റമായി ഇവിടെ. ഇയാൾ കുറച്ച് മുല്ലപ്പൂ ഉണ്ട്, അത് കൊടുത്തിട്ട് എന്നെ 2 ഇരുത്താം. അപ്പൊ ഇവിടെ മണക്കും. പശുവിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാ. ഇതിന്റെയോ? സത്യം പറയടി, നീ ആ ചോട്ടുവിന്റെ കാളയായിട്ട് ഏതെങ്കിലും ചുംബന സമരത്തിൽ പോയോ? നിന്നെ തിരക്കി ഇവിടെ ആളുകൾ വന്നല്ലോ. നീ അവിടെ നിക്ക്. അഴുക്ക പശുവാണ് മക്കളെ, തന്ത കാളയേക്കാൾ മോശം. I think that cow needs scientifically improvised nourishment food like a research. Do you think so? ആ ഷർട്ടിട്ട് അശരീരി ഇപ്പൊ എന്തോ ഇംഗ്ലീഷ് പറഞ്ഞേ. ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരാ. തനിക്ക് ഇംഗ്ലീഷ് അറിയാമോ? എന്റെ അമ്മയും മലയാളം ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞ് നമ്മൾ തെറ്റിക്കും. ഇതൊന്നും വരുന്നില്ല മാഡം, ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. മാഡം ഉമ്മറത്തെ കാര്യം നോക്കിക്കോ, ഞാൻ പോയി പിന്നാമ്പുറത്തെ കാര്യം നോക്കിട്ട് വരാം. ഓക്കെ ഓക്കെ. ഹലോ മിസ്റ്റർ, ഐ ആം രസ്ന. ഓ വേണ്ടാക്കളെ, ഷുഗർ ഇപ്പൊ തന്നെ 120. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, രസ്ന എന്ന്. ഓ പറഞ്ഞോ. ഞാൻ അങ്ങ് ലണ്ടനിൽ നിന്ന് വരുകയാണ്. പശുവിനെ പറ്റി PhD എടുക്കുന്നു. എന്റെ ഭഗവാനെ, എടി ദാ പശുവിനെയൊക്കെ പിഴിഞ്ഞ് പച്ചടി ആക്കൂ. നോടി ഒളിയടി. പച്ചടി കിച്ചടി ഒന്നുമല്ല, PhD. ഓ ഇംഗ്ലീഷ് അടി, ഇംഗ്ലീഷ്. സോ ക്യൂട്ട്. എന്ത് ഭംഗിയുണ്ട് കാണാൻ. സുഖമാണോ? വയറ്റിന്നൊക്കെ പോകുന്നുണ്ടോ? ഒന്നും പറയണ്ടാക്കളെ, ഇന്നലെ ഇച്ചിരി തേങ്ങ അരച്ച് വെച്ച ഞണ്ട് കറി കഴിച്ചത്. ഒരു മുതുക്കു ഞണ്ടായിരുന്നു. പോരാത്തിന് അതിന് ദേഹം മുഴുവൻ കാലാൻ തോന്നുന്നു. പോയ വഴി മുഴുവൻ കീറി കുത്തി തയ്ച്ച് വെച്ചിരിക്കുക. ഈ 75 കിലോ ഉള്ള പോത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഈ പശുവിന്റെ കാര്യമാ. അതിന്റെ വയറ്റിന്ന് പോകാനതല്ലേ അക്കളെ നീ ചവിട്ടിയിരിക്കുന്നേ? എന്നിട്ട് എന്നോട് ചോദിക്കുന്ന ഡേർട്ടി. ഇതിലൊക്കെ ചവിട്ടുന്നതാണോ മോനെ നിന്റെ ഡ്യൂട്ടി? ഡ്യൂട്ടി അല്ലല്ലോ, ഡേർട്ടി, അഴുക്കെന്ന്. എന്തൊരു ചൂടായി ഇവിടെ. ഈ പശുവിന് വല്ല ഫാനോ AC എന്തെങ്കിലും ഉണ്ടോ? നീ വന്നാണ് ആ പരക്കകത്തോടെ നോക്കിയാണ്. വലിയൊരു തുള. ആ തുളയ്ക്കകത്തൂടെയാണ് ഞങ്ങൾ കുടുംബക്കാർ മുഴുവനും ബഹിരാകാശം നോക്കി കിടക്കുന്നത്. ISR പോലും നമ്മളെയാണ് വിളിച്ച് ചോദിക്കുന്നത്, പുതിയ റോക്കറ്റ് വിടുന്നതിന് മുമ്പ് ഏതെങ്കിലും വാൽനക്ഷത്രം അവിടെ ഉണ്ടോന്ന്. എക്സാക്ട്ലി മുന്നേ അത് അടയ്ക്കാൻ ഗതിയില്ലാഞ്ഞിട്ട് അപ്പത്തെ പങ്കാശമ്മ മരിച്ച സഞ്ജയനത്തിന് ഇഡലി കഴിക്കാൻ പോയിട്ട് ഇഡലിയുടെ ആകൃതിയിൽ അവിടുത്തെ നീല ടാർപ്പേന്ന് കീറിയാ ഒട്ടിച്ചത്. അതിന് ഗതിയില്ലാത്ത എന്നോട് വന്ന് പശുവിന് AC പോലും. Excuse me, Mr. Kashagan. Yeah, come on. Accordingly, government requirement at 2000. Excuse me, Mr. Lady. Yes. Shall I continue? Yeah. According to the government rule of 2026, the cow must need nutritional food. This included carbohydrate, nutrition, minerals. എന്നല്ലേ? എനിക്കിത് എങ്ങനെ അറിയാമെന്നല്ലേ? അതെ. മത്തി പൊഞ്ഞോണ്ട് വന്ന പേപ്പർ കിടപ്പുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചത് ഈ ഫുഡ് എങ്ങനെയാ കൊടുക്കുന്നേന്ന് പശുവിന്. അത് മക്കളെ നല്ലൊരു പാത്രം എടുത്ത് വെക്കണം. ആ പാത്രത്തിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ കഞ്ഞോളം ഒഴിക്കണം. അതിന്റെ മുകളിലോട്ട് കുറച്ച് തവിടിടണം. അത് കഴിഞ്ഞ് കുറച്ച് പുണ്ണാക്കിടണം. പിണ്ണാക്ക് അത്യാവശ്യമാണോ? നീ ഉണ്ടാക്കുമ്പോൾ ഇടേണ്ടി വരത്തില്ല. എന്നിട്ട് നമ്മൾ കുറച്ച് ശർക്കര എടുത്ത് അതിനകത്തോട്ടിടണം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇട്ട് ഇളക്കി ഒരു അടപ്പെടുത്ത് അടച്ച് അങ്ങോട്ട് മാറ്റി വെക്കണം. ഒരു 7-8 മണിക്കൂർ കഴിഞ്ഞ് അതിങ്ങോട്ട് എടുത്ത് അടപ്പങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു മണം ഉണ്ടാവും.
അത് കഴിഞ്ഞ് ഇതങ്ങോട്ട് ഇളക്കി ആ പശുവിന് കൊണ്ട് കൊടുക്കുമ്പോ പശു ഇങ്ങനെ ക്ലം 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 എന്ന് പറഞ്ഞാൽ കുടിക്കും. ഒരു 1/2 ഗ്ലാസ് എനിക്ക് കൂടി തരുമോ? ഒലിക്കുന്ന ഞാൻ അതിൽ നിന്ന് 30 എന്ന് എടുക്കുന്നത്. അത് കഴിച്ചു കഴിഞ്ഞോണ്ടല്ലോ ഞാടിഞ്ഞരമ്പെല്ലാം എണീറ്റിന്ന് മമ്മറാസ് വിളിക്കും. ഓക്കെ ഓക്കെ, ഈ ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ആക്കിയത്? ഒരു പശുവിന്റെ ഏറ്റവും വലിയ ധൈര്യം എന്താണെന്ന് അറിയാക്കളെ നിനക്ക്? കറക്കാൻ ഒരു അണ്ണാച്ചി കൂടെ ഉള്ളതാ. അതേടാ, ഇതാ കറവക്കാരൻ അണ്ണാച്ചിയുടെ പശുവാ. ഞാൻ അതല്ലടോ തന്നോട് ചോദിച്ചത്, ഈ ബിസിനസ് ആരാണ് സ്റ്റാർട്ട് ആക്കിയതെന്ന്. അത് അച്ഛൻ. അച്ഛനെ വിളി. അച്ഛൻ അച്ഛനെവിടെ? വായിൽ തോർത്ത് തിരികെയിരിക്കുകയാണോ? അല്ല, താഴെ വെച്ചാ ഉറുമ്പയ്ക്ക് തല വെച്ചാ വീണ് പോകുമെന്ന് പറഞ്ഞ അച്ഛൻ ഞങ്ങളെ വളർത്തിയ. തലയിൽ വേറെന്തോ വെച്ചാലെന്നല്ലേ? അച്ഛന്റെ തല എന്ത് വെച്ചാലും താഴെ പോകും. മുടിയില്ല ഒച്ച. ഒരു വെള്ളപ്പൊക്കത്തി ഒലിച്ചു പോയോ? ഇവിടുന്ന് അച്ഛനെ പിടിച്ച് കമത്തി കിടന്ന് തുഴഞ്ഞല്ലേ ഞാൻ അക്കരെ എത്തിയത്. വെള്ളത്തിന്റെ അടിയിലേക്ക് ഊളിയിട്ട് പോകുന്നതിന് മുമ്പ് അച്ഛൻ പറഞ്ഞ എന്താന്ന് അറിയാമോ? എന്താ പറഞ്ഞത്? മീൻസ് മീമുള്ള എനിക്ക് അറിയത്തില്ല. എന്തോ പറയാൻ വാ തുറന്ന് അണ്ണാക്കിലൊക്കെ വെള്ളം കയറി അങ്ങ് താന്നു പോയി. കരയണ്ട, സോ സാഡ് സ്റ്റോറി. എന്ത് തരം പുല്ലാ കൊടുക്കുന്നത്? തരവോ? കേട്ടിട്ടില്ലേ പൊക്കേഷ്യ, ഗ്രാമിനി എന്നൊക്കെ? ഇതൊക്കെ പുല്ലിന്റെ പേരാണ് മക്കളെ. അതെ. ചേടാ, റോട്ടിൽ കിടന്ന് പട്ടി പുള്ളുന്ന പുല്ലിന് വരെ ഫ്രീക്കം പേര്. അല്ല, പുല്ലിന്റെ മോനായിട്ട് ജനിച്ചാ മതിയായിരുന്നു. ചേട്ടന്റെ പേരെന്താ? മക്കളെ, നിങ്ങൾ കൂട്ടുകാരെല്ലാരും കൂട്ടം കൂടിയെന്ന് തമാശ പറയാണെന്ന് വിചാരിച്ചു. ആ കൂട്ടത്തിൽ ഒരു കൊച്ചെണിച്ച് മുറ്റം തോമടി പറഞ്ഞെന്ന് വിചാരിച്ചു. അത് കേട്ട് നിങ്ങൾ ആരും ചിരിച്ചില്ലെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ അയാളെ എന്ത് വിളിക്കും? ശശി. That's me. ചാണകമിടാറുണ്ടോ? ഞാനോ? താനല്ല, പശു. അതാണ് എനിക്കും അറിയാൻ വയ്യാത്ത. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്. പുല്ലെടുക്കാനായാലും കാടിയെടുക്കാനായാലും തവിടെടുക്കാനായാലും സെക്കൻഡ് ഹാഫിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. പാലായാലും ചാണകമായാലും മൂത്രമായാലും 1 തുള്ളി 2 തുള്ളി 3 തുള്ളി എന്തോ മെക്കാനിക്കൽ എറർ ഇതിന് സംഭവിച്ചിട്ടുണ്ട്. അതിനും കൂടി ചേട്ടൻ ഇടുന്നുണ്ടല്ലോ. അച്ഛന് കൃഷിയായിരിക്കും വലിയ പണി. അച്ഛനെ അറിയുമോ? ഇല്ല, 5 അടി നീളത്തെ ഒരു വാഴ നിൽക്കുന്നുണ്ട്. അച്ഛന് അല്ലേലും പണ്ട് വാഴകൃഷി ഇഷ്ടമാണ്. ഓക്കെ, ഈ ബിസിനസിന്റെ പ്രോഫിറ്റ് ഒക്കെ കിട്ടാറുണ്ടോ? അങ്ങോട്ട് നോക്കേ, 4 ഫോട്ടോയിലും മാലയിട്ട് ചന്ദനത്തിൽ എത്തിച്ച് വെച്ചേക്കുന്നുണ്ടോ? കണ്ടു. അത് ഈ പശു തന്ന പ്രോഫിറ്റാ. ഒന്ന് മുത്തച്ഛൻ, ഒന്ന് കൊച്ചച്ഛൻ, ഒന്ന് വല്യച്ഛൻ, ഒന്ന് അപ്പുറത്തെ വീട്ടിലെ അവറാച്ചൻ. അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ. ആ ഗ്യാപ്പ് എനിക്കുള്ളതാ. ഇതുവരെ ഈ സർവേശ്വരന്റെ അനുഗ്രഹം കൊണ്ടും എന്റെ പെമ്പിള്ളയുടെ പ്രാർത്ഥന കൊണ്ടും പശുവിന്റെ കന്നം തിരിവിന്റെ സ്വഭാവം ഇല്ലാത്തോണ്ടും എനിക്ക് ആ പ്രോഫിറ്റ് കിട്ടിയില്ല. ഓക്കെ, ഈ പശുവിന്റെ പുറത്തൊരു മുഴ കാണുന്നുണ്ടോ? മക്കളെ, ഇത് കേരളമാണ്. മുഴയുള്ള ഒരു പശു ഇവിടെ ഇല്ല. മുഴയുള്ള പശു ഒക്കെ അങ്ങ് രാജസ്ഥാനില് ഒട്ടക പശു എന്ന് പറയും. താണ്ടൊരു ഒട്ട പശു വരുന്നല്ലോ. മുട്ടയുടെ സ്ഥലം വേണോ? അടുക്കള വശത്ത് ഒരുക്കാം. ഇയാളെ കൊണ്ട്. മാഡം, അവിടെ പുറകുവശത്തെ കാര്യങ്ങൾ ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അമ്മിണി കുളിക്കാൻ തുടങ്ങിയ മാഡം ഞാൻ എന്താ കേട്ടുണ്ട്? അമ്മിണി കുളിക്കുന്നതിന് എത്ര സമയം എടുക്കണം? ആരാണ് കുളിപ്പിക്കുന്നത്? എത്ര മണിക്കൂർ എടുക്കും? ഇതൊക്കെ നോക്കണം. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. ഞാൻ പോയി റിപ്പോർട്ടും കൊണ്ട് തിരിച്ചു വരാം മാഡം. ഓക്കെ. ശശി, ആ, ഈ പശു വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ എന്താ ചെയ്യുന്നത്? ഇതൊക്കെ ആരാണ് ഈ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി വെക്കുന്നേ? 24 മണിക്കൂറും ബബിൾക്കം ചവയ്ക്കുമല്ലേ? ചിലപ്പോ അത് തുപ്പി കളഞ്ഞിട്ട് ചില്ലിങ് വിത്ത് പോച്ചാന്ന് പറഞ്ഞ വല്ല സ്റ്റോറി ഇടുമായിരിക്കും. അല്ലെങ്കിൽ രാത്രിയിലും പകലും എല്ലാം കുനിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മുതുവേന എടുക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചാരുകസേര പോയി ഇരുന്ന് വിശ്രമിക്കും. എഴുതി വെക്കും. ഇതിന്റെ മുഖം കണ്ടിട്ട് ഇതിനെന്തോ വിഷമമുള്ളത് പോലെ തോന്നുന്നുണ്ട്. ഡിപ്രഷൻ ഉണ്ടോ? മക്കളെ, ഈ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തു മക്കളെ? ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാലേ മനസ്സ് വല്ലാണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നൊരു തോന്നല് വിഷാദം. ഇപ്പൊ എനിക്ക് വിഷാദം വന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? 4 മത്തി വാങ്ങി അതിന് 2 എടുത്ത് കറിയും വെക്കും, 2 എടുത്ത് പൊരിച്ചും തിന്നും. എന്താന്നറിയില്ല, മത്തി തിന്നാ എന്റെ വിഷാദം അപ്പം മാറും. നിന്റെ വന്ദേ ഭാരത് പോലുള്ള ഓട്ടവും മത്തിയോടുള്ള ആക്രാന്തവും കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി. സത്യം പറ, നീയല്ലേ ഞങ്ങളുടെ അടുക്കള ഭാഗത്തുനിന്ന് മത്തിത്തല എടുത്തോണ്ട് ഓടുന്ന കണ്ടം പൂച്ച? താങ്കോടോ പശുപാലക. മാഡം, അമ്മയുടെ കൂലി എന്തായി നോക്കുന്നതായിരിക്കും നല്ലത്. ഇല്ല, ശരിയാകും. ഓക്കെ, ഷുവർ. ഇത് ജേഴ്സി ആണോ? അല്ല, ഇതെന്റെ വല്യച്ഛന്റെ ആണ്. വല്യച്ഛൻ മരിച്ചപ്പോ വല്യച്ഛന്റെ മോന് കൊടുത്തു, വല്യച്ഛന്റെ മോൻ മരിച്ചപ്പോ എനിക്ക് തന്നു, ഞാൻ മരിക്കുമ്പോ എന്റെ കൊച്ചിന് കൊടുക്കും. എടോ, തന്റെ അണ്ടർവെയറിന്റെ കാര്യമല്ല, പശുവിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഇതില്ല ഹരിയ, വിമല, സുമതി, എനിക്ക് ചീത്തപ്പേര് ആ കൂട്ടത്തിൽപ്പെട്ട ഏതോ പശു വന്നാ തോന്നുന്നത്. മാഡം, എന്ത് പറ്റിയടോ? ഇതെന്താ തന്റെ മുഖത്ത് പശു തൊഴിച്ചോ? വന്നാണ് രമണിയ ജലജ അമ്മിണി.
അമ്മിണി പശുവിനെ തനിക്കറിയാമോ? അമ്മിണി പശുവല്ല, ദിവാകരന്റെ ഭാര്യ. അവളുടെ കുളി ആര് കണ്ടാലും അവൾ എടുത്തിട്ട് കെറിഞ്ഞു. ഇത് തനിക്കെങ്ങനെ അറിയാം? എന്റെ മുതുകത്ത് എന്തോരം ഫിംഗർ പ്രിന്റ്സ് ഉള്ളതാ. തന്നെന്തിനോടോ കൊണ്ട പെണ്ണുങ്ങളുടെ കുളിസീനൊക്കെ കണ്ടോണ്ട് പോയി നിൽക്കുന്നത്? ആ മാഡത്തിന് അത് പറഞ്ഞാൽ മതി. ഇതൊക്കെ കുത്തിക്കുറിച്ച് എഴുതി കൊണ്ടേ കൊടുത്താൽ മാഡത്തിന് അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും PhD HD ഒക്കെ കിട്ടുമായിരിക്കും. എനിക്ക് എന്താ മാഡം കിട്ടുന്നേ? ഞാൻ എന്റെ ഒഴിവുകളിൽ സമാധാനവും സന്തോഷകരമാക്കാൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യും. അതൊരു തെറ്റാണോ മാഡം? അതിൽ കൈ കടത്തല്ലേ മാഡം? എനിക്ക് വയ്യ. ഇത് തന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനാ. കർഷകൻ എന്ന നിലയിൽ തനിക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ മോളെ നീ? ഇവിടുത്തെ കർഷകരെയും ഇവിടുത്തെ പശുവിനെയും പറ്റി പഠിക്കാൻ നീ എന്തിനാ ലണ്ടനിൽ പോയേക്കുന്നേ? ഇവിടെ നിന്നല്ലയോ പഠിക്കണ്ടേ? ഡോക്ടറിന്റെ മക്കള് ഡോക്ടർ, എഞ്ചിനീയറുടെ മക്കള് എഞ്ചിനീയർ, വക്കീലിന്റെ മക്കള് വക്കീല്. ഏതെങ്കിലും ഒരു കർഷകനായുടെ മോനെ കർഷകനാക്കുവോ? എൻ്റെ അച്ഛൻ ഒരു കർഷകനായിരുന്നു. പുള്ളിക്ക് ആകെ ഉള്ള സമ്പാദ്യം എന്ന് പറഞ്ഞാൽ കുറെ കടക്കണിയാ. ഞാനൊരു കർഷകനാ, എനിക്ക് അതിനേക്കാളും കടമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ മോനെ കർഷകനാക്കത്തില്ല. കാരണം എന്താ? ഇതിലും കടം കൊണ്ട് അവൻ കടന്ന് ഓടുന്ന കാണാൻ എന്നെ കൊണ്ട് ഒക്കത്തില്ല. ഒരു കർഷകൻ കീടനാശിനി വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് അത് വളമായിട്ടാണോ കൊണ്ടുവന്നത്, അതോ അവൻ അത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോവാണോ എന്നാ. നമ്മളെല്ലാവരും മരിക്കാൻ ഒരു കാര്യം കണ്ടെത്തുമ്പോൾ കർഷകന് മരിക്കാൻ 100 കാരണങ്ങളുണ്ട്. എന്നിട്ടും അയാൾ വിത്ത് വിതച്ച് ആ വിത്തിൽ നിന്നൊരു ബലം കണ്ടെത്തി അത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരുന്നത് മണ്ണിനോടും നമ്മളോടും അത്രയും സ്നേഹമുള്ളതുകൊണ്ടാ. വിശന്ന് വലഞ്ഞു വരുമ്പോ ChatGPT-യും AI റോബോട്ടും ഒന്നും കൊണ്ടുവച്ചാൽ നമ്മുടെ വയറ് നിറയത്തില്ല മക്കളെ. അതിന് ചോറ് വേണം. ചോറ് വേണേ ആര് വേണം? ചേറിൽ പണിയെടുക്കുന്ന ഒരു കർഷകൻ വേണം മക്കളെ. ആ കർഷകൻ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ അയാളെ കണ്ടുപിടിക്കണ്ടേ? നമ്മൾ ഈ നടത്തുന്ന പ്രഹസനങ്ങളെല്ലാം മാറ്റിയിട്ട് ഒരു 10 കർഷകരെങ്കിലും നമ്മൾ സംരക്ഷിക്കണ്ടേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? സത്യം